നമ്മുടെ നാട്ടിൽ മലയാളികൾക്ക് കൂടുതലും താല്പര്യം ഒരു ആണും പെണ്ണും തമ്മിലിരുന്നാൽ എന്ത് സംഭവിക്കും. മെയിനായിട്ട് ഒന്നും സംഭവിച്ചില്ലെങ്കിലും അത് ലൈംഗികതയുണ്ടോ, അതാണ് അതിലെ നോട്ടം. സെക്സ്, തൊട്ടുരുമ്മൽ, ഇതൊക്കെയാണ് നമ്മുടെ സോക്കോൾഡ് പ്രബുദ്ധ മലയാളികളുടെ എല്ലായ്പ്പോഴും. അല്ലാതെ ഒരു ആണും പെണ്ണും തമ്മിൽ ഇരിക്കുന്നു എന്നിരിക്കട്ടെ, പക്ഷെ അവർക്ക് തമ്മിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ പറഞ്ഞതുപോലെ ബയോളജിക്കലി ഒന്നും ചെയ്യാൻ പറ്റത്തുണ്ടെങ്കിൽ നമ്മുടെ മലയാളികൾക്ക് ഒരു വിഷമവും ഇല്ലെന്നേ. അല്ല, ഇപ്പൊ ഈ ആണിനും പെണ്ണും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റില്ല എന്നൊരു ഓപ്ഷൻ ആയിരുന്നെങ്കിൽ മലയാളികൾക്ക് ഒരു വിഷമം ഉണ്ടാവില്ല. ഞാനത് ഉദ്ദേശിച്ചത്. ഒരു പ്രശ്നമില്ല, അവരവിടെ ഇരുന്നോട്ടെ, എത്ര നേരം വേണമെങ്കിലും ഇരുന്നോട്ടെ എന്ന് ചിന്തിക്കും. പക്ഷേ ആണും പെണ്ണും തമ്മിൽ ഇരിക്കുമ്പോൾ ഈ ഒരു പോസിബിലിറ്റീസ് നമ്മുടെ സോക്കോൾഡ് പ്രബുദ്ധ മലയാളികളുടെ മനസ്സിൽ ഉദിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഇത്ര താല്പര്യം. ഇപ്പോൾ ഒരു സിനിമ അത് റിലീസായി, അത് OTT വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര വൈറലായി. ഇത് മര്യാദയ്ക്ക് ആ സിനിമ തിയേറ്ററിൽ കാണിച്ചപ്പോൾ ഈ വിവാദം ഉണ്ടായിരുന്നെങ്കിൽ ആ സിനിമാക്കാർക്ക് കുറച്ച് കാശെങ്കിലും കിട്ടിയേനെ. എന്നാൽ അത് അത്രയൊന്നും ഓടിയില്ല ആ പടം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ആവറേജ് പടമായിട്ടാണ് ഓട്ടം സംഭവിച്ചിരിക്കുന്ന കളക്ഷനൊക്കെ വന്നത്. നെറ്റിൽ OTT റിലീസായി, ആമസോണിൽ റിലീസായിട്ടുണ്ട്. നാരായണിയൻ്റെ 3 ആൺമക്കൾ. ഒരു വ്യത്യസ്തമായ പേരാണ്. നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ഒരു നാടൻ കഥയാണോ എന്ന് ചിന്തിക്കും. പക്ഷേ അതിപ്പോൾ വിവാദത്തിലാണ് ആയിരിക്കുന്നത്. വേറൊന്നുമല്ല, അതിലെ ഒരു ലൈംഗിക സീൻ, ഒരു സെക്ഷൽ സീൻ, അത് സഹോദര സ്ഥാനത്തു നിന്നുള്ള ഒരു ചെറുക്കനും പെണ്ണും തമ്മിൽ ചെയ്യുന്നത്. അതൊരു സഹോദര സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സിസ്റ്റർ ആൻഡ് ബ്രദർ അല്ല, മറിച്ച് അച്ഛൻ്റെ അനിയനും അച്ഛൻ്റെ ചേട്ടനും. അങ്ങനെ ഇപ്പോൾ എൻ്റെ അച്ഛനാണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മകനുമായിട്ട് ഞാൻ സ്വന്തം ആങ്ങളെയായിട്ടാണല്ലോ മലയാളികൾ കരുതുന്നതെന്ന് പറയുന്നു. മലയാളികളുടെ ഡെഫിനിഷൻ അങ്ങനെയാണ്. ആ ഒരു റിലേഷൻ അതിനകത്ത് ഇച്ചിരി സെക്ഷൽ സീൻസ് കാണിക്കുന്നുണ്ട്. അത് പിടിച്ചങ്ങ് തൂങ്ങിയിരിക്കുകയാണ് ആ ചിത്രത്തിനെ കുറിച്ച്. അത് ഭയങ്കര മൊറാലിറ്റി പ്രസംഗമാണ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചയായിരിക്കുന്നത്. പറഞ്ഞത് കേട്ടായിരുന്നോ? കേട്ടിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പം ഈ ഒരു സിനിമ ഈവൻ തിയേറ്ററിൽ വന്നപ്പോൾ പോലും ഇത്രയും ശ്രദ്ധ നേടിയിരുന്നില്ല. ഇപ്പോൾ ഈ OTT റിലീസിന് ശേഷം പല ഭാഗത്തു നിന്നും ഇതുപോലെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരാണെങ്കിലും അതുപോലെ ഓൺലൈൻ വെബ്സൈറ്റുകളിലാണെങ്കിലും എല്ലാം ഈ ഒരു സിനിമയെ പരാമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്പോയിലർ ഉണ്ട് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് പല പോസ്റ്റുകളും വിവിധ ആളുകൾ പലതരത്തിലുള്ള അല്ലെങ്കിൽ പല രീതിയിലുള്ള മൂവീസ് വാച്ച് ചെയ്തിട്ട് അതിൻ്റെ റിയാക്ഷൻ ഇടുന്നവർ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുന്നവർ, അതിൻ്റെ പറയുന്ന ആളുകളെല്ലാം ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് എല്ലാവരും തന്നെ പോസിറ്റീവായിട്ട് എടുത്തവർ എനിക്ക് തോന്നുന്നു വളരെയധികം കുറവാണ്. കാരണം ഭയങ്കര മോശം മെസ്സേജ് അല്ലേ സമൂഹത്തിന് കൊടുക്കുന്നത്. ഇപ്പം മാർക്കോ എന്ന് പറയുന്ന സിനിമ മോശം രീതിയിൽ സമൂഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ സിനിമയും അതേ രീതിയിലുള്ള തെറ്റായ സന്ദേശമല്ലേ സമൂഹത്തിന് കൊടുക്കുന്നത് എന്നുള്ള ചോദ്യം തന്നെയാണ് ഏറ്റവും നിഴലിച്ച് നിൽക്കുന്നത്. അതിനകത്ത് ഇപ്പോൾ ശാരിക സൂചിപ്പിച്ചതുപോലെ തന്നെ ബന്ധുക്കൾ തമ്മിലുള്ള ഒരു ലൈംഗിക ബന്ധം അല്ലെങ്കിൽ അതാണ് കാണിക്കുന്നത്. ഇപ്പം ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല, അപ്പോൾ അതാണെന്ന് പറയുന്നു. അപ്പം ഈ കണ്ടന്റ് എഴുതിയേക്കുന്നവരെല്ലാം വായിച്ചു നോക്കിയപ്പോഴെല്ലാം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പിന്നെ എടുത്തു പറയുന്നത് സമൂഹത്തിന് കൊടുക്കുന്ന മോശം മെസ്സേജ് അല്ലേ എന്നുള്ള ചോദ്യത്തിന് പലരും മറുപടിയായിട്ട് ഒരു സിനിമയായി കണ്ട് അവിടെ ഉപേക്ഷിച്ച് പോന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളുണ്ടോ, എന്തിനാണ് സിനിമയെ വലിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്, അതൊന്നും ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആവാനല്ലല്ലോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിഴലിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് ശരിയാണ്, സിനിമയാണ്, സിനിമ തിയേറ്ററിൽ പോയി കണ്ടു അല്ലെ OTT കണ്ടു, സിനിമ തികച്ചും സാങ്കല്പിക കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ട് അതൊരു എഴുത്തുകാരന്റെ ഭാവനയിൽ ഉയരുന്ന കഥാപാത്രങ്ങളും കഥയുമാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഓരോ സിനിമയും ചിത്രീകരിക്കുന്നതും അത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് വിട്ടുതരുന്നതും. അപ്പോൾ അതിനെ ആ രീതിയിൽ കണ്ടാൽ പോരെ എന്നുള്ള ചോദ്യത്തിന് കണ്ടാൽ മതി എന്നുള്ളൊരു ഉത്തരം തന്നെയുള്ളൂ. അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. പിന്നെ ഈ പറയുന്ന പോലെ ഇൻഫ്ലുവൻസിനാവാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ആവുക തന്നെ ചെയ്യും. അതും നമുക്ക് തിരുത്താൻ പറ്റില്ല. ഇപ്പോൾ ഈ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ സഹോദരന്റെ അല്ലെങ്കിൽ സഹോദരൻ, ചേട്ടൻ, അനിയൻ മക്കള് അല്ലെങ്കിൽ അമ്മയുടെ സഹോദരി, അമ്മയുടെ ചേച്ചി, അനിയത്തി മക്കൾ, അങ്ങനെ ഒരു ബന്ധം നിലനിൽക്കുന്നില്ല എങ്കിൽ പോലും ഒരു മുറപ്പെണ്ണ് മുറച്ചെറുക്കൻ ബന്ധം, അതായത് അമ്മയുടെ സഹോദരന്റെ മകളെയോ മകനെയോ വിവാഹം കഴിക്കാം എന്നുള്ളൊരു കാര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനാർക്കും കുഴപ്പമില്ലേ, ഇതിനാണോ പ്രശ്നം എന്നുള്ള ചോദ്യമാണ് ഏറെ പ്രസക്തി നേടി ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ശാരീരിക അതിനെപ്പറ്റി എന്താണ് പറയുന്നത്? ഇത് കാലങ്ങളായിട്ട് ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചൊരു സബ്ജക്റ്റ് ആകട്ടെ. അത് ഇത്രയും വർഷങ്ങൾക്കിപ്പുറം സോക്കോൾഡ് സിനിമയിലൂടെ വന്ന് അതൊരു ചർച്ചയായി വരുമെന്ന് ഞാൻ സ്വപ്നം വിചാരിച്ചിരുന്നില്ല. ആക്ച്വലി ഇത് എൻ്റെ കുടുംബത്തിൽ തന്നെ പലവട്ടം സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. വേറൊന്നുമല്ല, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ ഹിന്ദുയിസത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, ഇത് എനിക്കൊന്ന് കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് അറിഞ്ഞുകൂടാ. മറ്റ് ക്രിസ്ത്യാനിറ്റിയിലോ ഈ പറയുന്ന മുസ്ലിം വിഭാഗങ്ങളിലോ മറ്റു ജാതികളിലോ ഒന്നും ഇങ്ങനൊരു സംഭവമില്ല. തമിഴിലുണ്ട്, അമ്മയുടെ സഹോദരനെ മാമയെ കല്യാണം. അത് അവിടെയും മുസ്ലിം, എനിക്ക് തോന്നുന്നു ഹിന്ദുസിലാണുള്ളത്. കാരണം നമ്മുടെ ക്രിസ്ത്യൻ കാറ്റഗറി എടുത്തു നോക്കുവാണെങ്കിൽ അതൊക്കെ ഫസ്റ്റ് കസിനെയോ സെക്കൻഡ് കസിനെയോ വിവാഹം കഴിക്കാൻ പറ്റില്ല. അവർക്കത് ഭയങ്കര പാപമായിട്ടാണ് ഒരു കണക്കാക്കുന്നത്. പക്ഷെ അത് രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പൗർണമി സൂചിപ്പിച്ച പോലെ ഇപ്പോൾ അമ്മയുടെ ആങ്ങളയുടെ മകൻ മുറച്ചെറുക്കൻ,
അമ്മയുടെ ചേട്ടൻ ആങ്ങളയുടെ മകൻ മുറച്ചെറുക്കൻ, എന്നാൽ അമ്മയുടെ ചേച്ചിയുടെ മകനാണെങ്കിൽ ആങ്ങള. അതെന്ത് ന്യായമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. രണ്ടും രക്തബന്ധം തന്നെയല്ലേ. ഈ പറയുന്നതാണ് അമ്മയുടെ ആങ്ങളെയും അമ്മയുടെ ചേച്ചിയും അമ്മയുടെ വയറ്റിൽ നിന്നല്ലേ വരുന്നേ. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ പറയപ്പെടുന്ന ചേട്ടന്റെ മകൻ മുറച്ചെറുക്കനും ചേച്ചിയുടെ മകൻ ആങ്ങളയുമായി മാറുന്ന ആ ഒരു എന്താ പറയുന്ന പേരെന്താ, ആ ഒരു ഉഡായിപ്പ് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ചിന്തിച്ചപ്പോ തോന്നിയ ഒരു കാര്യം, ഇപ്പോൾ അമ്മയുടെ അതായത് അമ്മയുടെ ആങ്ങളയുടെ മോളെ അല്ലെങ്കിൽ മകളെ വിവാഹം കഴിക്കാം. അതാ ഞാൻ പറഞ്ഞത്. അത് എന്ന് പറയുന്നത് ഇപ്പം ശാരിക പറഞ്ഞ പോലെ അമ്മയുടെ വയറ്റിൽ നിന്ന് വരുന്ന ആളല്ലല്ലോ, മറ്റൊരാളുടെ കുഞ്ഞായിരിക്കുമല്ലോ, മറ്റൊരാളായിരിക്കുമല്ലോ പ്രസവിക്കുന്നത്. അതേ ഉള്ളൂ. അതിനെ ലോജിക്കലി ചിന്തിക്കുവാണെങ്കിൽ അതല്ലാതെ അതിനപ്പുറത്തോട്ട് വേറൊരു മീനിങ് ഉണ്ടോ? എന്നാലും ഒരു ബന്ധം അതിനകത്തില്ലേ? ഈ പറയുന്ന പോലെ അമ്മയുടെ ബ്ലഡ് അതിനകത്തുണ്ട്. എന്റെ പേഴ്സൺ ഇപ്പൊ ശാരികയ്ക്ക് എങ്ങനെയാണ് ഇപ്പം ഈ പറയുന്ന പോലെ ആരെ വേണേലും കല്യാണം കഴിക്കാം എന്നുള്ള ലൈനാണോ, അതോ ഇങ്ങനെയുള്ള തീർച്ചയായിട്ടും ആരെ വേണേലും കല്യാണം കഴിക്കാം, ആങ്ങളയുടെ മകനോ മകളോ അല്ലെങ്കിൽ അമ്മയുടെ ചേച്ചിയുടെയോ അനിയത്തിയുടെയോ മകനോ മകളോ, ഇതൊന്നും ഒരു വിഷയമല്ല. ഓരോ വ്യക്തികളുടെ താല്പര്യം മാത്രമാണ് ശാരിക വിശ്വസിക്കുന്നു. ആണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈവൻ ഈ മുറപ്പെണ്ണ് മുറച്ചെറുക്കൻ ആ ഒരു സംഭവം പോലും ഇഷ്ടമല്ല. ഇപ്പൊ എന്റെയൊക്കെ ചെറുപ്പത്തില് ഒരുപാട് പേര്, നമുക്ക് ഇതുപോലെ അച്ഛന്റെ സഹോദരികൾക്ക് മക്കളുണ്ടല്ലോ, അപ്പം ഇങ്ങനെ ചോദിക്കായിരുന്നു, ഇങ്ങനെ ആ സമയത്ത് അത് തീരെ ചെറുപ്പത്തിൽ നമ്മൾ ചേട്ടൻ അല്ലെങ്കിൽ അങ്ങനെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ പറ്റി നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ. മുറച്ചെറുക്കനല്ലേ ഇത്, മുറച്ചെറുക്കൻ അതെന്താ സാധനം, ഈവൻ അങ്ങനെ ഉള്ള വേർഡ്സ് പലരിൽ നിന്ന് കേട്ടിട്ടാണ് അതെന്താണ് സാധനം എന്ന് പോലെ നമ്മൾ വീട്ടിൽ അന്വേഷിക്കുക. അത് അയ്യേ എന്ന് തോന്നിപ്പോയിട്ടുണ്ട് പലപ്പോഴും. എന്തിനാണ് ഞാൻ പേഴ്സണലി ഇതിനെ ഒന്നിനെയും എഗ്രി ചെയ്യുന്ന ഒരാളല്ല. അതായത് ഈ പറയുന്ന ബന്ധുക്കളിൽ നിന്ന് കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. നാട്ടിൽ ഇഷ്ടംപോലെ ആളുകളുണ്ടല്ലോ. നമ്മുടെ പ്ലെഡ്ജ് പറയും, ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആയി മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അതായത് ഇന്ത്യ മൊത്തം നമ്മുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്. നമ്മൾ കളിയാക്കി പണ്ട് പറയായിരുന്നു ഇങ്ങനെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ആണ്. പക്ഷേ നമ്മൾ ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് എല്ലാവരും തന്നെ വിവാഹം കഴിക്കുന്നത്. പക്ഷേ അങ്ങനെ നമുക്കൊരു വലിയൊരു ഓപ്ഷൻ നിൽക്കുമ്പോൾ നമ്മൾ കുടുംബത്തിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കുന്നതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. ശാരീരിക എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? എനിക്ക് ഒരു വിവാഹത്തിനോട് തന്നെ എനിക്ക് ബേസിക്കലി യോജിപ്പില്ലാത്ത ഒരാളാണ്. പക്ഷെ എന്ത് ചെയ്യാം, ഞാൻ നിർഭാഗ്യവശാൽ വിവാഹം കഴിച്ചു പോയ ഒരാളാണ്. പക്ഷേ വിവാഹം എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ പൊളിച്ചെഴുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അത് നമുക്ക് വേറൊരു ചർച്ച ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് പൗർണമി ചോദിച്ച ചോദ്യം, വിവാഹം കഴിക്കുമ്പോൾ അത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കുന്നതിൽ തെറ്റുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ അതൊരു നീതീകരിക്കേണ്ട കാര്യമാണോ എന്നാണല്ലേ പൗർണമി ചോദിക്കുന്നത്. അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇപ്പോൾ ഒരാൾക്ക് ഒരാളോട് ലൈംഗികത തോന്നുക എന്ന് പറയുന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. അത് നമ്മൾ കുറേ അതിർവരമ്പുകൾ വെച്ചിട്ടുണ്ട്. സോക്കോൾഡും പ്രബുദ്ധ മലയാളികളാണ് അതിർവരമ്പ് വെച്ചിരിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ ഒരു കുട്ടി അവൻ്റെ ലൈംഗിക അവയവത്തിൽ ആൺകുട്ടിയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ പോലും ഞാൻ കണ്ടിട്ടുണ്ട്, അവനെ വല്ലാതെ അങ്ങ് ഹ്യൂമിലേറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ അറിഞ്ഞുകൂടാ, അവന് ചിലപ്പോൾ എന്തൊരു ഫീലിങ്സ് തോന്നിയിട്ടായിരിക്കും അവനത് ചെയ്തിട്ടുണ്ട്. അവനെ അത് പറഞ്ഞ് മനസ്സിലാക്കി, മോനെ അത് അങ്ങനെയല്ല ഇങ്ങനെയാണ്, അത് അങ്ങനെയൊന്നും ചെയ്യരുത്, ചെയ്താൽ ഇങ്ങനെ നിനക്കത് ചെയ്യാനുള്ള സമയമുണ്ട് എന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട പ്രായത്തിൽ പകരം അവനെ അങ്ങ് ഹ്യൂമിലേറ്റ് ചെയ്യും. അവനെന്തോ വലിയ അബദ്ധം കാണിച്ച പോലെ, അവനെന്തോ വലിയ പാപം ചെയ്ത പോലെ. അതിനകത്ത് ഈ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് ഞാനൊരു പഠനം നടത്താൻ വേണ്ടി എടുത്തപ്പോൾ, അത് ഉണ്ണി എന്ന് പറഞ്ഞ സിനിമ വ്ളോഗറുണ്ട്, അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ ഇവിടെ കോട്ട് ചെയ്യുകയാണ്. നമ്മുടെ ലൈംഗിക അവയവങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ലൈംഗികതയെക്കുറിച്ചോ അതിൻ്റെ വൃത്തിയാക്കലുകളെക്കുറിച്ചോ ഒരു നീറ്റ്നെസ് കുറിച്ചോ ഒന്നും പറഞ്ഞു തരാൻ നമ്മുടെ മാതാപിതാക്കൾക്ക് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ നമ്മുടെ മുതിർന്നവർക്ക് ഇന്നും അറിഞ്ഞുകൂടാ. ഞാൻ എല്ലാവരും അടച്ചാക്ഷേപിക്കുകയല്ല, ബട്ട് ഒരു 70% നിങ്ങൾ സ്വയം ചോദിക്കുക. ഞാൻ ഈ ചോദ്യത്തിനെതിരെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് വേറൊന്നുമല്ല, 70% പേരൻസും അല്ലെങ്കിൽ ബന്ധുക്കളും ആര് തന്നെ ആയാലും കൃത്യമായ അറിവ് കുട്ടികൾക്ക് കൊടുക്കാറില്ല. ലൈംഗികത എങ്ങനെ ഉണ്ടാകുന്നു, ലൈംഗികതയുടെ ആവശ്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഒരു സെക്ഷൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ബന്ധങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അവിടെ സെക്സിന്റെ പ്രാധാന്യം എന്താണ് എന്നൊന്നും പറഞ്ഞു കൊടുക്കാതെ, അതെന്തോ വിലക്കപ്പെട്ട കരിയാണ്, അത് ഇന്ന പ്രായത്തിലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ 16-ാം വയസ്സിൽ അവന് മോഹം തോന്നിയാൽ അത് അവിടെ അടിച്ചമർത്തിക്കോണം, എന്നാൽ 35-ാം വയസ്സിൽ തോന്നിയാൽ ചെയ്യാം. അതെന്ത് ന്യായമാണ്? 16-ാമത്തെ വയസ്സിലാണ് അവന് മോഹങ്ങളും ഈ പറയുന്ന കാമവും അതിന്റെ വികാരങ്ങളും ഒക്കെ പൊട്ടി വരുന്ന ഒരു പ്രായമാണത്. ആ പ്രായത്തിൽ അവൻ ഇഷ്ടമുള്ളതുപോലെ ചെയ്യട്ടെ. അതിന്റെ വഴികൾ നമുക്ക് കാണിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നീ ഇന്ന വഴി കൂടെ പോയെന്ന് പറഞ്ഞു കൊടുക്കാം ഒരു സുഹൃത്തിനെ പോലെ. പകരം അപ്പോഴേ അവനെ ഷട്ട് ചെയ്യിക്കുകയാണ് അവിടെ. അത് അവനും അവളെ ആയിക്കോട്ടെ. ഒരു 16-ാമത്തെ വയസ്സിൽ ഒരു 17-ാമത്തെ വയസ്സിൽ ഒരു ചെറുക്കൻ ഒരു പെണ്ണിനെ നോക്കും, അത് പല നോട്ടങ്ങളുണ്ടാവാം, തിരിച്ചും സംഭവിക്കും, തിരിച്ചും പെണ്ണ് നോക്കാറുണ്ട്. പക്ഷെ അപ്പോൾ അവിടെ നമ്മൾ കട്ടനിടുക, ഈ പ്രായം പ്രശ്നമാണ്, ഇതിങ്ങനെ നിങ്ങൾ നോക്കാൻ പാടില്ല, അപ്പം നിങ്ങൾ നശിക്കും. ഇതാണ് നമ്മുടെ മലയാളികൾ ഈ പറയുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ എൻജോയ് ചെയ്യേണ്ട പ്രായത്തിൽ അവരെ എൻജോയ് ചെയ്യിപ്പിക്കത്തില്ല. അവരെല്ലാം ഒളിച്ചും പാത്തും ചെയ്യും. അവസാനം എന്ത് ചെയ്യും? മുട്ടിക്കഴിയുമ്പോൾ റേപ്പായി. പിന്നെ ഇപ്പം എന്ത് സാധനവും അങ്ങനെ തന്നെയാണ്. നമ്മളെ കുറേ നേരം ഒരു മിനിറ്റ് നമ്മുടെ മൂക്ക് പൊത്തി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പിടിച്ചാൽ അച്ഛനാണെങ്കിൽ പോലും അവൻ്റെ അടിക്കും, അല്ലേ? നമ്മുടെ ജീവൻ രക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കും.
അത് തന്നെ ഉള്ളൂ ഈ പറയപ്പെടുന്ന ലൈംഗികതയുടെ കാര്യത്തിലും വികാരത്തിന്റെ കാര്യത്തിലും. അത് സങ്കടമായാലും കാമമായാലും മോഹമായാലും അടിച്ചമർത്തും തോറും അത് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം അത് തന്നെയാണ്. ഒരു ടീനേജ് 13-ാമത്തെ വയസ്സ് തൊട്ട് ഒരു 25-ാമത്തെ വയസ്സ് വരെ നമ്മുടെ മക്കളെ നമ്മൾ അടിച്ചമർത്തിയാണ് വികാരത്തിന്റെ കാര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇത് ഇപ്പോൾ ഈ പറയപ്പെടുന്ന നാരായണിയന്റെ 3 ആൺമക്കൾ എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മുടെ മലയാളിക്ക് ഇത്ര അങ്ങോട്ട് വികാര വിക്ഷുബ്ധത തോന്നാൻ. നമ്മുടെ എല്ലാവരുടെയും ഫാമിലി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സത്യസന്ധമായിട്ടൊരു ബുക്ക് എഴുതുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ചേട്ടനായിട്ട് നമ്മൾ കണ്ട ഒരാളെങ്കിലും നമ്മളെ ലൈംഗികമായിട്ട് സമീപിച്ചിരിക്കും. ഒരുപക്ഷെ റേപ്പ് ചെയ്യുന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, മറിച്ച് അങ്ങൊരു ഫീലിങ്സ് നമുക്ക് തോന്നിയിട്ടുണ്ടാവും. എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ച് നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ അയാളുടെ ആകാര സൗഷ്ഠം കൊണ്ടോ അയാൾ നമ്മളോട് കാണിക്കുന്ന, അയാൾ ചിലപ്പോൾ നമ്മുടെ അമ്മയുടെ ചേച്ചിയുടെ മോനായിരിക്കും, അല്ലെങ്കിൽ ചേച്ചിയുടെ മോളായിരിക്കും. ഒരു പക്ഷേ നമുക്ക് അയാളോടൊരു പ്രണയം അല്ലെങ്കിൽ ഒരു ഇൻഫാക്ച്വേഷൻ ഉറപ്പായിട്ടും തോന്നിയിരിക്കും. അത് തന്നെ ആ സിനിമയിൽ അവർ കാണിക്കുന്നുള്ളൂ. പക്ഷെ അത് അവർ ചെയ്ത് കഴിയുമ്പോൾ ഒരു സാഹചര്യത്തിൽ അവർക്ക് ലൈംഗികതയിൽ ഒരു സെക്സ് റിലേഷനിൽ ഏർപ്പെടേണ്ടി വന്നപ്പോഴും അതിനുശേഷം അവർ അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അത് ചെയ്യാൻ പാടില്ലായിരുന്നു അവർക്ക് സ്വയം തോന്നിയെങ്കിൽ അവിടെ തീർന്നു ആ വിഷയം. അത് തന്നെ ആ സിനിമയെ കാണിക്കുന്നുള്ളൂ. പിന്നീട് അവർ നല്ല സുഹൃത്തുക്കളായി മാറുന്നു. പിന്നീട് ഒരിക്കലും നമ്മളത് അതൊരു തെറ്റാക്കി നമുക്ക് കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് സ്വയം തോന്നുകയാണ് അത് കംഫർട്ടല്ല അങ്ങനെ ചെയ്യുന്നത്. ഒരു ഫീലിങ്സിൽ മനുഷ്യരാണ്. ഈ പറയുന്ന പോലെ പട്ടികളൊന്നും അല്ലല്ലോ തോന്നുമ്പം ഈ പറയപ്പെടുന്ന പോലെ വഴിക്കിടന്ന് ചെയ്യാനായിട്ട്. മനുഷ്യരല്ലേ? അപ്പോൾ തോന്നി ആ ഒരു സിറ്റുവേഷൻ അവരങ്ങനെ പെട്ടു. അവർ ഈ പറയുന്ന ആങ്ങളെയും പെങ്ങളും എന്ന ലെവലിൽ ചെയ്തില്ല. അങ്ങനെ ആങ്ങളെയും പെങ്ങളുമായിട്ട് സോക്കോൾഡായിട്ട് നിൽക്കുമ്പോൾ പോലും അവർക്കത് ചെയ്യേണ്ടി വന്നു. അത് ആ കഥ അനുശാസിക്കുന്നുണ്ട് അത് ചെയ്യാനായിട്ട്. അതിൻ്റെ കാരണങ്ങളും അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ പ്രബുദ്ധ മാമന്മാർ കൊണ്ട് വല്ലാതെ അങ്ങ് കുത്തിക്കീറുവാണ് ആ സിനിമയിൽ പറയപ്പെടുന്ന ഈ സോ കോൾഡ് സഹോദരിസം. അത് മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. സോ അതുകൊണ്ട് തന്നെ ഈ പറയപ്പെടുന്ന എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള കല്യാണങ്ങൾ പ്രശ്നങ്ങളുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഈ പറയപ്പെടുന്ന അംഗവൈകല്യങ്ങളും കാര്യങ്ങളും മാനസിക പ്രശ്നങ്ങളും ഒക്കെ ഈ രക്തബന്ധത്തിൽ നിന്ന് കല്യാണം കഴിക്കുന്ന പലവരുടെ കേസിലും ഉണ്ടായിട്ടുണ്ട്. സോ ഇപ്പോൾ പറയപ്പെടുന്ന ചേച്ചിയുടെയും അനിയത്തിയുടെയും മകനും മകളും തമ്മിൽ വിവാഹം കഴിച്ചാൽ ഭൂലോകം ഒന്നും ഇടിഞ്ഞു വീഴില്ല. അത് അവനവൻ്റെ പേഴ്സ്പെക്റ്റീവാണ് അത് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഭൂലോകം ഇടിഞ്ഞു വീഴുന്നത് ഈ പറയപ്പെടുന്ന പോലെ ആങ്ങളുടെയും പെങ്ങളുടെയും മക്കളെ കെട്ടിക്കുമ്പോഴും അത് നിർത്തണം, രണ്ടും നിർത്തണം. എന്നിട്ട് സംസാരിക്ക് നമ്മളുടെ സഹോദരത്തെക്കുറിച്ചും സഹോദര സ്നേഹത്തെക്കുറിച്ചും സഹോദരന്മാരും സഹോദരി ചെയ്യുന്ന ലൈംഗികതയെക്കുറിച്ചും ഒക്കെ സംസാരിക്കാൻ നമുക്ക് റൈറ്റ് ഉള്ളത് എപ്പോഴാണ്? ഈ പറയപ്പെടുന്ന മുറച്ചെറുക്കനും മുറപ്പെണ്ണും സമ്പ്രദായം കൂടെ നിർത്ത്. എന്നിട്ട് പറ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അതല്ല ഈ പറയപ്പെടുന്ന ഒരേ വയറ്റിൽ വളർന്ന ആങ്ങളുടെ മകനെ കെട്ടാം, എന്നാൽ ഒരേ വയറ്റിൽ നിന്ന് വന്ന ചേച്ചിയുടെ അല്ലെങ്കിൽ അനിയത്തിയുടെ മകനെയോ മകളെയോ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എവിടുത്തെ കണ്ണുപൊട്ടു നിയമമാണ്?